ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എളുപ്പത്തിലൊരു തേങ്ങാച്ചാറ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. വളരെ സിമ്പിളാണ്. പിന്നെ 2-3 വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ ചെറിയ ഉള്ളി, ഇത്ര സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 2 തക്കാളി. കണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ യൂസ് ചെയ്യാം. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഒരു ചട്ടിയിലേക്ക് ഞാനത് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 പച്ചമുളകുകളും പിന്നെ ഉപ്പ്, അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. മാങ്ങയാണെങ്കിലും ഇത് തന്നെ ചെയ്താൽ മതി. കണ്ടോ, ഇനിയിപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനാണ് മിക്സറി ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2-3 ചുള വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് നമ്മുടെ തക്കാളിയുടെ വെന്തോന്ന് നോക്കാം. തക്കാളിയുടെ നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് അരപ്പൊന്നും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ആ മിക്സറി ജാറിൽ നിന്ന് തന്നെ കഴുകി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അധികം തിളക്കണ്ട. ഇനി നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ചട്ടി മാറ്റി വെക്കാം. അധികം തിളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പീരിൻ്റെ പോലെ കിടക്കും ചാറ്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് താളിച്ചിടണം. ഇനിയിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. നമുക്കിനി കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് വറ്റൽമുളകും അതേപോലെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മൊരിച്ചെടുക്കണം. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ട് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിനൊക്കെ കൂടിയും ഒരു ഫ്ലേവറും കിട്ടും. അതുകൊണ്ട് അതിനാണ് വേണ്ടി ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കത് ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്ര വളരെ സിമ്പിളാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചാറാണ്. അപ്പം വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.